ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ ഗണിതമാണ്. മലയാളം മീഡിയം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയംകാരുടെ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്കത് ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് 2ാം ക്ലാസ്സിൻ്റെ ഗണിതമാണ്. അതിലെ 4ാമത്തെ ചാപ്റ്ററായ സമ്മാനപ്പൊതി. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നോക്കാം സമ്മാനപ്പൊതി. അപ്പം എന്തൊക്കെയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കണമെന്ന് വെച്ചാൽ ഇതിലെ മുഴുവനായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഉത്തരങ്ങൾ എങ്ങനെയാണ് ലഭിച്ചത് എന്നെല്ലാം നമ്മളിതിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നോക്കൂ, നിങ്ങൾ 2 കുട്ടികൾ സമ്മാനപ്പൊതിയായിട്ട് ആര് വരുന്നു? ഒരു അങ്കിള് വരുന്നു അല്ലേ? ഫിസിനും ഫിസയും. അപ്പോൾ ആൺകുട്ടി ഫിസിനും പെൺകുട്ടി ഫിസയും. അപ്പോൾ ആ 2 കുട്ടികൾ മാമനെ കാത്തിരിക്കുകയാണ്. അതാ മാമൻ എത്തി. അപ്പോൾ അവരുടെ മാമനാണ് സമ്മാനപ്പൊതിയും കൊണ്ട് വരുന്നത്. മാമൻ എത്തി, സമ്മാനപ്പൊതി കൊണ്ടുവന്നല്ലോ എന്ന് പറയുന്നു പെൺകുട്ടി. പൊതിയിൽ എന്തായിരിക്കും? അപ്പം നോക്കാം, സമ്പാദ്യപ്പെട്ടി. ഹായ്, കുഞ്ഞു വീട് പോലൊരു പെട്ടി. അപ്പോൾ അതാണ് അവർക്ക് സമ്മാനം കിട്ടിയത് കേട്ടോ. നമ്മൾ പൈസയൊക്കെ വെക്കില്ലേ, പൈസയൊക്കെ ഇട്ട് വെക്കില്ലേ, അതേപോലെ ശേഖരിച്ച് വെക്കാൻ പറ്റുന്ന ഒരു പെട്ടി. പൈസയെല്ലാം ഇതിലിട്ട് വെക്കാം. 2 പേരും നാണയങ്ങളും നോട്ടുകളും എണ്ണി വെച്ചു. അപ്പോൾ ഫിസിൻ്റെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കൂ. ഫിസിൻ്റെ കയ്യിൽ 5 രൂപ, 10 രൂപ, ഒരു 10 രൂപയുടെ നോട്ട്, ഒരു 10 രൂപയുടെ കോയിൻ, ഒരു 1 രൂപ, 2 രൂപ, 5 രൂപ, പിന്നെ ഉള്ളത് 5 രൂപ തന്നെയാണ് അല്ലേ? എത്ര രൂപയാണ് മൊത്തത്തിൽ നമുക്ക് നോക്കാം. 33 രൂപയാണ് കേട്ടോ. എങ്ങനെയാണ് വന്നത്? 5, 10, 10, 5 രൂപയുടെ നോട്ട്, 1 രൂപ, 2 രൂപ എല്ലാം കൂടി കൂട്ടുക. 5ഉം 5ഉം 10, 10ഉം 1ഉം 11, 11ഉം 2ഉം 13. 13-ലെ 3 ഇവിടെ എഴുതി, 1 ശിഷ്ടമായില്ല ഇവിടെ. 1 + 1 2, 2ഉം ഈ ശിഷ്ടം 1 3. അങ്ങനെയാണ് 33 കിട്ടിയത് ഫിസിന്. ഫിസയുടെ കയ്യിൽ എത്ര രൂപ? അവളുടെ കയ്യിൽ ഒരു 5 രൂപ, വീണ്ടും ഒരു 5 രൂപ, 1 രൂപ, 1 രൂപ, 50 രൂപ അല്ലേ? നമുക്ക് നോക്കാം. 5ഉം 5ഉം 10, 10ഉം 1ഉം 11, 11ഉം 1ഉം 12, 12-ൽ 2 ഇവിടെ എഴുതി, 1 ശിഷ്ടം ഇവിടെ കയറ്റി. 5 + 1 6, 62 രൂപ. ഏതൊക്കെ നോട്ടുകൾ? ഞങ്ങളുടെ കയ്യിൽ 5, 10, 50 രൂപ നോട്ടുകളുണ്ട്. വേറെ ഏതൊക്കെ നോട്ടുകളുണ്ട്? ഏതൊക്കെ നോട്ടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? എഴുതൂ. അപ്പം നിങ്ങൾ കണ്ട നോട്ടുകളൊക്കെ ഏതൊക്കെയാണെന്ന് എഴുതിക്കോളൂ. 100 രൂപ, 200 രൂപ അല്ലേ? 500 രൂപ, 20 രൂപ, 10 രൂപ. പിന്നെ നിങ്ങൾ കണ്ടിട്ടുള്ള നോട്ടുകൾ 2000 രൂപ മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള നോട്ടുകളുടെ ഒക്കെ എഴുതി വയ്ക്കുക. എത്ര രൂപ? ഓരോ കൂട്ടത്തിലും എത്ര രൂപയെന്ന് കണക്കാക്കി വരച്ച് ചേർക്കൂ. നോക്കൂ, ഇവിടെ 2 10 അല്ലേ? അപ്പം നമുക്ക് 10ഉം 10ഉം നമുക്ക് ജോയിൻ ചെയ്യണം. 2 10 പറയുമ്പോൾ 20 രൂപയാണ്. അപ്പോൾ 20ലേക്ക് ജോയിൻ ചെയ്യുക. അടുത്ത് നോക്കൂ, എത്ര 10 ഒരു 10, 10, 10, 5 10. അപ്പോൾ എത്രയായി? 50 രൂപ. അടുത്ത എത്ര 10 ഉണ്ട്? 10, 20, 30, 40, 50, 60, 70, 80, 90, 100. ഇത് 100ലേക്ക് ജോയിൻ ചെയ്യുക. അടുത്തത് നോക്കൂ, 10, 20, 30. ഇത് 30ലേക്ക് ജോയിൻ ചെയ്യുക. 10, 20, 30, 40. 40ലേക്ക് ജോയിൻ ചെയ്യൂ. ഓക്കെ, പണം എടുക്കാം. ഫിസയും ഫിസിനും മാമനൊപ്പം പട്ടണത്തിലേക്ക് പോയി ATM-ൽ നിന്ന് പണം എടുത്തു. അപ്പോൾ 2 ആളും കൂടിയിട്ട് മാമൻ്റെ ഒപ്പം പട്ടണത്തിലേക്ക് പോയിട്ട് ATM-ൽ നിന്ന് പൈസ എടുത്തു. ATM-ൽ നിന്ന് കിട്ടിയ നോട്ടുകളാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ നോട്ടുകളാണ്? 100 രൂപയുടെ, 200 രൂപയുടെ അല്ലേ? അപ്പോൾ ഇതിൽ ഈ നീല കളറിലുള്ളത് 100 രൂപയും ഈ മഞ്ഞ പോലത്തെ കളറിൽ, ഓറഞ്ച് കളറിലുള്ളത് 200 രൂപയാണ് കേട്ടോ. അപ്പോൾ എത്ര 100 രൂപ നോട്ടുകളുണ്ട്? 1, 2, 3, 4, 5. 5 ബോക്സിൽ എഴുതുക. എത്ര 200 രൂപ നോട്ടുകളുണ്ട്? 1, 2, 3. ചില്ലറയാക്കാം. അവർ ഓട്ടോയിൽ കയറി ചന്തയിലെത്തി. അങ്ങനെ അവർ ഓട്ടോയിൽ കയറി ചന്തയിലെത്തി അല്ലേ? 100 രൂപയ്ക്ക് ചില്ലറയുണ്ടോ? ആരോ ചോദിക്കുന്ന? മാമൻ ഓട്ടോക്കാരനോട് ചോദിക്കുകയാണ് അല്ലേ? അപ്പോൾ 100 രൂപയ്ക്ക് അയാൾ ചില്ലറ കൊടുത്തു. 10 രൂപയായിട്ട്. എത്ര 10 രൂപ നോട്ടുണ്ട് ഇതിൽ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10.
അപ്പം അത് ബോക്സിൽ എഴുതുക കേട്ടോ. എത്ര 10 രൂപ നോട്ടുകളാ? 10. എത്ര 20 രൂപ? 20 രൂപയാണെങ്കിൽ 10ൻ്റെ ഈ 10 നോട്ട് വേണ്ട അല്ലെ, 5 നോട്ട് മതിയാവും. 5 രൂപയാണെങ്കിലോ, 5 രൂപ എല്ലാം 5 രൂപയാണെങ്കിൽ നോട്ടുകളുടെ എണ്ണം കൂടും, 20 ആവും കേട്ടോ. വമ്പിച്ച വിലക്കുറവ്. മാമൻ കുട്ടികളെയും കൂട്ടി കളിപ്പാട്ടക്കടയിലെത്തി. അപ്പോൾ ഈ കളിപ്പാട്ടക്കടയുടെ പ്രത്യേകത എന്താ? ഏത് കളിപ്പാട്ടം എടുത്താലും പകുതി വില കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഏതെടുത്താലും അതിന് പകുതി വില. ഫിസിൻ 40 രൂപ വിലയുള്ള പാവ വാങ്ങി. 40ൻ്റെ പകുതി എത്രയാ? 20. അപ്പോൾ അവന് എത്ര രൂപ കൊടുത്താൽ മതി? 20 രൂപ. മറ്റുള്ളവയുടെ വില നോക്കൂ, എത്ര രൂപ കൊടുക്കണം? അപ്പം നമുക്ക് നോക്കാം. 10 രൂപ വിലയുള്ള സാധനങ്ങളുണ്ട്. ഇതാ ബോളിന് 10, റാബിറ്റിന്, മുയലിന് 40, എയ്റോപ്ലെയിന് 100, ഈ കരടിയുടെ ബൊമ്മയ്ക്ക് 50, ഇതാ ഈ താറാവിന് 20. അപ്പോൾ 10 രൂപയാണെങ്കിൽ 5 രൂപ കൊടുക്കുക, 20 ആണെങ്കിൽ 10 രൂപ, 100 രൂപയാണെങ്കിൽ 50 രൂപ, 50 രൂപയാണെങ്കിൽ 25 രൂപ, 40 രൂപയാണെങ്കിൽ 20 രൂപ കൊടുക്കണം. അടുത്തത് 5 രൂപയുടെ ഇരട്ടി 10 രൂപ. അതല്ലേ പറഞ്ഞത്, 10ൻ്റെ പകുതിയാണ് 5 എന്ന്. രണ്ടു പേർക്കും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ കിട്ടി. കളിപ്പാട്ടങ്ങളുടെ വില. രണ്ടുപേരും വാങ്ങിയ കളിപ്പാട്ടങ്ങൾ കണ്ടില്ലേ? ഫിസിൻ വാങ്ങിയത് നോക്കൂ, ഒരു കരടിയുടെ ബൊമ്മ, ഒരു എയ്റോപ്ലെയിൻ, ഒരു ബോള്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിലയൊന്ന് നമുക്ക് എഴുതാം അല്ലേ. 50, 100, 10. ആകെ എത്ര രൂപയായിട്ടുണ്ടാവും? 160 രൂപ. പിസ വാങ്ങിയത്, അപ്പോൾ ഇതിന് നമുക്ക് ടോട്ടൽ ചെയ്യാം. 160. പിസ വാങ്ങിയത് 20 രൂപ, 40 രൂപ, 100 രൂപ, 10 രൂപ. അപ്പോൾ ആകെ 170 രൂപ. ആരാണ് കൂടുതൽ രൂപയ്ക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങിയത്? ഫിസയാണല്ലേ. 70 രൂപയ്ക്ക് ഏതൊക്കെ കളിപ്പാട്ടങ്ങൾ വാങ്ങാം? 70 രൂപയ്ക്ക് നമുക്ക് കരടി വാങ്ങാം, താറാവ് വാങ്ങാം അല്ലേ. ഇനി അടുത്തത്, ഒരു മാസം കഴിഞ്ഞപ്പോൾ ഫിസിനും ഫിസയും സമ്പാദ്യപ്പെട്ടി തുറന്നു. എത്ര രൂപയുണ്ടെന്ന് എണ്ണി നോക്കി. അപ്പോൾ അവർ സമ്പാദ്യപ്പെട്ടി ഒരു മാസം കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കിയപ്പോൾ 20 1 രൂപ നാണയങ്ങളുണ്ട് അല്ലേ. 20 1 രൂപ നാണയങ്ങൾ കൂട്ടിയാൽ 20 രൂപ, 100 1 രൂപ നാണയങ്ങൾ കൂട്ടിയാൽ 100 രൂപ. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ഇംഗ്ലീഷിലല്ല മലയാളത്തിലാണ്. 200 രൂപയാവണമെങ്കിൽ എത്ര 200 1 രൂപയുടെ കോയിൻ വേണം? 200. അടുത്തത്, എത്ര 10 രൂപ കൂട്ടിച്ചേർത്താൽ 50 രൂപയാകുമെന്നാണ്? 5 ആണ്. അതേപോലെ എത്ര 10 രൂപ ചേർന്നാലാണ് 100 രൂപയാകുക? 10. എത്ര 10 രൂപയാണ് 200 രൂപയാകുക? 20 കേട്ടോ. അടുത്തത്, ചില്ലറയാക്കാം. നമുക്ക് ഷോബിൻ 100 രൂപ ചില്ലറയാക്കിയപ്പോൾ അവന് കിട്ടിയതാണ് ആ പറയുന്ന മേലെ കാണിച്ചിരിക്കുന്നത്. അത് എത്ര എണ്ണം വീതമാണെന്ന് നമുക്ക് എഴുതി നോക്കാം. 5 രൂപ ആദ്യം 50 രൂപയുടെ ഒരു നോട്ടാണ്, 20 രൂപയുടെ ഒരു നോട്ട്, 10 രൂപയുടെ 2 എണ്ണം, 5 രൂപയുടെ 2 എണ്ണം, എങ്കിൽ മാത്രമേ 100 ആവുള്ളൂ കേട്ടോ. ഇനി സമ്പാദ്യമാണ് ഫിസയുടെയും ഫിസിൻ്റെയും. 1 രൂപ നാണയം 10 എണ്ണം ഉണ്ടെങ്കിൽ എത്ര രൂപയായി? 10 രൂപ. 5 രൂപ നാണയം 3 എണ്ണം ഉണ്ടെങ്കിൽ എത്രയായി? 15 രൂപ. 10 രൂപയുടെ നോട്ട് 2 എണ്ണം ആണെങ്കിൽ 20 രൂപ. 50 രൂപയുടെ ഒരു നോട്ടാണെങ്കിൽ 50 രൂപ. ആകെ എത്ര രൂപയായി? 95. ഇനി ഫിസിൻ 5 രൂപയുടെ ഒരു നോട്ടാണെങ്കിൽ 5 രൂപ. 5 രൂപയുടെ നാണയം 4 എണ്ണം ആണെങ്കിൽ 20 രൂപ. 10 രൂപ നോട്ടുകൾ 5 ആണെങ്കിൽ 50 രൂപ. ആകെ എത്രയായി? 75. ആരുടെ സമ്പാദ്യപ്പെട്ടിയിലാണ് കൂടുതൽ തുക? ഫിസയുടെ അല്ലെ. എത്ര രൂപ കൂടുതലുണ്ട്? അതിന് നമ്മൾ ആ 95-ൽ നിന്ന് 75 ഒന്ന് കുറച്ച് നോക്കൂ. ആൻസർ എന്ത് വരും? 20. അടുത്തത്, പത്രവാർത്ത. ചികിത്സാ സഹായം തേടുന്നു. ചെറുവന്നൂർ അല്ലെ. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ കഴിയുന്ന യുവതി ചികിത്സാ സഹായം തേടുകയാണ്. അപ്പോൾ ഒരു സഹായം അല്ലെ, സമ്പാദ്യപ്പെട്ടിയിലെ തുക ഇവർക്ക് കൊടുത്താലോ എന്ന് ഫിസ ചോദിക്കുകയാണ്. തീർച്ചയായും. അപ്പോൾ ഫിസിനും ഫിസയും കൂടിയിട്ട് അവരുടെ 10 രൂപ നോട്ടുകളും 5 രൂപ നോട്ടുകളുമാണ് കൊടുക്കുന്നത് കേട്ടോ. 5 രൂപയുടെയും 10 രൂപയുടെയും നോട്ടുകളാണ്. അപ്പോൾ ഇവിടെ ഫിസയുടെ 10 രൂപ നോട്ട് എന്ന് പറയുന്നത് 20 ആണ്, 20 രൂപയുണ്ട്. ഇവിടെ 5 രൂപയുടെ ഫിസിൻ്റെ കയ്യിൽ ഒരു നോട്ട് ഉണ്ട്. പിന്നെ 10 രൂപയുടെ 5 നോട്ട്, 50 രൂപയുണ്ട് അല്ലേ. അപ്പോൾ ഇവർ മൊത്തം എത്ര കൊടുക്കും? 75 രൂപയാണ് ഇവർ കൊടുക്കുക കേട്ടോ. ഫിസയുടെ 20, ടോട്ടൽ 75 രൂപ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോക്കിക്കോളൂ ഒന്നുകൂടെ ആൻസേഴ്സ്. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.